ഞാൻ കേട്ടിട്ടുണ്ട് മേരി അവനും സെലിന അവനും ഇന്ന് മലയാളത്തിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരുപാട് നായകന്മാർ ഓഡിഷൻ വന്നിട്ടുണ്ട്. സത്യമാണോ? ഉണ്ട്. അവരെ കുറെ പേരെ ഓഡിഷൻ കണ്ടിട്ടുണ്ടല്ലേ? ഓഡിഷൻ ഞാനായിരുന്നു നിവിൻ്റെ ഡ്യൂപ്പ്. അവന് ഷൂട്ടായിരുന്നല്ലോ, നമുക്ക് ഷൂട്ടൊന്നുമില്ല. അപ്പോൾ ഓഡീഷൻസിനും പരിപാടികളിലൊക്കെ ഞാനാണ് ഇരുന്നത്. ഇപ്പോൾ നായികമാരുടെ കൂടെ കാര്യങ്ങളൊക്കെ ഓഡീഷനിൽ നിന്നത് ഞാനാണ്. അതുപോലെ തന്നെ വേറെ ക്യാരക്ടേഴ്സിൻ്റെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ വിനയ് വന്നിട്ടുണ്ടായിരുന്നു. വിനയ് ഫോർട്ടിൻ്റെ ഓഡിഷൻ നമ്മുടെ പൊരാന്ന് പറയുന്ന ആ വീട്, ആ ഹോസ്റ്റൽ എന്നുള്ള വീടിന് നമ്മൾ പൊരാന്ന് വിളിക്കുന്നത്. ആ വീട്ടിൽ വിനയ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും വിനയും കൂടിയാണ് അഭിനയിക്കുന്നത്. സൗബിൻ്റെ ക്യാരക്ടർ ഞാൻ നിന്നിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതൊരു പ്രാക്ടീസാണല്ലോ. അതങ്ങനെ നിന്ന് ഒരുപാട് പേരുടെ കൂടെ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഒരുപാട് ഇപ്പോൾ പ്രൊമനൻ്റ് ആയിട്ടുള്ള ഒരുപാട് നായികമാർ അതിനകത്ത് ഓഡീഷൻ വന്നിട്ടുണ്ട്. എന്താ പല പ്രധാനപ്പെട്ട റോളുകൾ ചെയ്യുന്നവരും വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിങ്ങനെ മേരിയുടെ റോളിലേക്ക് വന്നിട്ടുണ്ട്, സെലിൻ്റെ റോളിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ അവിടെയും ആ പിക്ക് വളരെ കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അനുപ പരമേശ്വരനും അത് അവരല്ലാതെ വേറെ ആരെയും അതിലേക്ക്. അപ്പം അത്രയും പ്രീ വർക്ക്സും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രേമത്തിലേക്ക് ഇറങ്ങുന്നതും. പിന്നെ ഈ പറഞ്ഞല്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ കോളേജിലാണ് ഷൂട്ട്. കോളേജിലാണ് ഫസ്റ്റ് സ്കെഡ്യൂൾ എന്ന് പറയുന്ന കോളേജ് പോർഷനാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കഫേ അഗാപ്പെ എന്നുള്ള പോർഷൻ, തേർഡ് ഫേസ് അത് കഴിഞ്ഞിട്ട് എടുത്തു. അപ്പോൾ താടി ഫസ്റ്റ് താടി വെച്ചിട്ടുള്ള പരിപാടി എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ താടി പഠിക്കുന്നു, മീശ വെച്ചിട്ടുള്ള പരിപാടി. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന +2 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം എടുക്കുന്നത്. ആ സമയത്ത് കോളേജും കൂടിയാണല്ലോ, ഫുൾ ഓണാണ്. നമ്മൾ ഭയങ്കര യങ് ആയിട്ടുള്ള ടൈമാണ്. ആ ടൈമിൽ ഫുള്ള് കോളേജ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഇട്ട് നല്ല ചാർജിലായിരുന്നു എല്ലാവരും നല്ല കട്ട ചാർജിലായിരുന്നു. ഫുൾ ഓൺ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഡാൻസിൻ്റെ സീൻ പറയാം. അതിൽ റോക്കാങ്കുത്ത് സോങ്. അപ്പോൾ ഷൂട്ടില്ലാത്ത സമയത്ത് ഞാൻ നിവിൻ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാനും കിച്ചുണ്ട്, ശബരിയില്ല. ഷോട്ട് കഴിഞ്ഞാൽ അപ്പം മുണ്ടെടുത്ത് കൊടുക്കും. വയറിളക്കം വരുന്നു, പൊറോട്ടയും ബീഫും കഴിച്ചാണ് അത് വെച്ചാണ് ഡാൻസ് കളിച്ചത്. 48 മണിക്കൂറൊക്കെ ഷൂട്ടുണ്ടായിരുന്നു, ഡാൻസ് പരിപാടിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഡാൻസ് കളിച്ചത്. ഓണായിരുന്നു. ഷോട്ട് കട്ടറിഞ്ഞ് അപ്പം മുണ്ടെടുത്തിട്ട് ഹോളിൻ്റെ അപ്പുറത്ത് വാഷ്റൂം ബാത്റൂം ഉണ്ട്, അവിടെ പോകായിരുന്നു. അയ്യോ ആൾക്കാർ ആയിരുന്നു. പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഈ ക്ലാസ് റൂമിലിരിക്കുന്ന പിള്ളേർ ഇവരൊക്കെ ഓഡീഷൻ ചെയ്ത് എടുത്തത്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട് ഫുൾ ഓൺ. അതായത് ഒരു കോളേജ് ഫീൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഈ ആർട്സ് ഡേ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ ശരിക്കും ഒരു ആർട്സ് ഡേ നടക്കുന്ന പോലെ തന്നെ പരിപാടി തന്നെയായിരുന്നു. നമ്മൾ സ്റ്റേജിൽ നിന്ന് അതുപോലെ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഡാൻസ് ഫുള്ള് കൊറിയോഗ്രാഫി ചെയ്തിട്ട് ഫസ്റ്റ് ടേക്ക് തന്നെ ഇതുപോലെ തന്നെ എല്ലാവരും അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് മറ്റേ നാഗരയിൽ പാട്ടിടുന്നു, കേട്ടൺ പൊങ്ങുന്നു. നമ്മൾ ഈ പാരിഷിലും കോളേജിലൊക്കെ ചെയ്ത പോലെ തന്നെ നേരെ കേട്ടൺ പൊങ്ങുന്നു, പരിപാടി ഒറ്റയടി അടിക്കുന്നു. പിന്നെ പല പല ആംഗിളുകളും സാധനങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഓളമാണ്, അവരെയും ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പൊളിയായിരുന്നു. അങ്ങനെ ഭയങ്കര പൊളി മോഡിൽ ഷൂട്ട് ചെയ്തതാണ് ആ സോങ്ങൊക്കെ. പൊളി ഞങ്ങളുടെ അടി പൊളിഞ്ഞിരിക്കുന്നു. അവിടെ അങ്ങോട്ട് സിജുവിൻ്റെ ജേണി അങ്ങോട്ട് ആരംഭിക്കുകയാണ്. ആസ് എൻ ആക്ടർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ അവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ തുടങ്ങുന്നു. ഹാപ്പി വെഡിങ് വരുന്നു. സർപ്രൈസ് ഹിറ്റായിരുന്നു ആ സമയത്ത്. ആരും പ്രതീക്ഷിച്ചില്ല ആ സാധനം വർക്കാവുന്നു. ആൻഡ് അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഷറഫുദ്ദീനിൽ ഇത്രയധികം ഇളകി ആടാൻ കഴിവുള്ള ഒരാളുണ്ടെന്നും കൂടി അന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് വലിയൊരു സാധ്യതയാവുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ ചെറിയ വേഷങ്ങൾ, ഐ മീൻ വെച്ചാൽ ചെറിയ സിനിമകളിൽ ഇങ്ങനെ രസമുള്ള വേഷങ്ങൾ ചെയ്ത് അങ്ങനെ പോകുന്നു. അവിടെ നിന്നാണ് ഏറ്റവും വലിയ റിസ്ക് എടുക്കുന്നത്. ഒരു വലിയ പ്രൊഡക്ഷൻ, വിനയൻ സാറിൻ്റെ ഡിറക്ഷൻ, 19ാം നൂറ്റാണ്ട് എന്നുള്ള സിനിമ, കുറേ സസ്പെൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവതരിപ്പിക്കുന്ന യുവതാരം എന്നുണ്ട്. അപ്പോൾ പല ഗസ്റ്റുകളുണ്ടായിരുന്നു. ചിലപ്പോൾ ടോബി, എനിക്ക് സസ്പെൻസ് ആയിരുന്നു. അതല്ലേ എന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ള അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കാരണം ഇത്ര വലിയ ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമ ആയതുകൊണ്ട്. അപ്പോൾ അന്ന് മൂല്യമുള്ള ആൾക്കാരെയും കാര്യങ്ങളും, അന്നല്ല ഇന്നുണ്ട്, മൂല്യമുള്ള ആൾക്കാരെയായിരിക്കും ആദ്യം ചൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആദ്യം എൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ സാറിൻ്റെ വിളി ഉണ്ടായിരുന്നില്ല. പറഞ്ഞ പോലെ കുറേ പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻസിലേക്കൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നെ മതി എന്നുള്ളൊരു സാധനത്തിലേക്ക് സാറ് ഡിസൈഡ് ചെയ്യുന്നത്. അതിനു വേണ്ടി പണിയെടുത്തൂല കുറേ. പിന്നെ
പണിയെടുക്കാൻ എനിക്ക് ഇപ്പോഴും മടിയില്ല. പണ്ട് ഇപ്പോഴും അത് ഒരു ക്യാരക്ടറിൻ്റെ ബിലീവബിലിറ്റിക്ക് കുറച്ചും കൂടി നല്ലതാണ്. അതായത് കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പകുതി പണി അവിടെ കഴിഞ്ഞു. ഒരു ക്യാരക്ടറിൻ്റെ ലുക്ക് വൈസ് ആൾക്കാർക്ക് ഇയാൾ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഇപ്പം പേര് ആറാട്ടുപുഴ വേലായുധ പണി ആ കഥാപാത്രമായിട്ട് ആദ്യമേ ഓക്കെ വന്ന് നിൽക്കുമ്പോൾ അത് തോന്നി. ഇത് കഴിഞ്ഞ് പിന്നെ ബാക്കി പരിപാടി പെർഫോമൻസ് നമ്മൾ ഒന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പണികളോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമുണ്ട്. പിന്നെ ആക്ഷൻ പരിപാടികൾ ഭയങ്കരമായിട്ട് താല്പര്യമുള്ളതാണ്. കാരണം ഫാദറിന് ഞാൻ പറഞ്ഞില്ല, ആക്ഷൻ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജെറ്റ്ലി, ബ്രൂസ്ലി, അതുപോലെ ജാക്കി ചാൻ ഇവരുടെയൊക്കെ പടങ്ങൾ കാണുന്നത് പപ്പ സിനിമ കാണിക്കാൻ കൊണ്ടുപോയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഫിസ്റ്റ് ഓഫ് ഫ്യൂറി എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, ബിറ്റുണ്ട് അതിൻ്റെ അകത്ത്. പുള്ളി എൻ്റെ കണ്ണൊക്കെ പൊത്തിയിട്ടുണ്ട്. ഞാൻ പക്ഷേ വിരലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനത്തെ പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. കൗതുകമാണല്ലോ, കൗതുകം ലേശം കൂടുതലാണ് പ്രായത്തില്, ഏത് പ്രായത്തിലും. അപ്പോൾ അത് അങ്ങനെയാണ് എനിക്ക് അങ്ങനത്തെ സിനിമകൾ, ആക്ഷൻ സിനിമകളും പരിപാടികളൊക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. അപ്പോൾ എനിക്ക് പണ്ട് പോലെ ആക്ഷൻ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യം ഉണ്ട്. ഇപ്പോൾ സിനിമയിൽ നമ്മൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ആക്ഷൻ പടങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും ഫൈറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അത് എന്താ പറയുക, ഓരോ സിനിമകൾ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റി ഒക്കെ എന്താണെന്ന് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാതെ വെറുതെ ഒരു സിനിമയിൽ ഇപ്പോൾ പ്രേമത്തിലെ ജോജു ഈ പറഞ്ഞ അൽഫോൺസ് എടുത്ത് എനിക്കൊരു സ്റ്റണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. ജോജു പൊട്ടനായിട്ടുള്ള ക്യാരക്ടറാണ്, ചെറിയ ശുദ്ധനായൊരു വിഡ്ഢി, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അയാൾക്ക് ആക്ഷനും പരിപാടികളും അതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ കഥാപാത്രത്തിൽ നിന്ന് എന്താണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യാമെന്നുള്ളതാണ് എപ്പോഴും ശ്രമിക്കാറ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മുടെ ടാലൻറ്റുകൾ ഷോക്കേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോഴും എൻ്റെ ടാലൻറ്റുകൾ ഒളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി കുറേ ടാലൻറ്റുകൾ പുറത്തേക്ക് ഇറങ്ങാനുണ്ട്. ഇപ്പോഴും പാർക്കറും അല്ലെങ്കിൽ ഈ ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും അറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും കാലിസ്തനിക്സും പാർക്കറൊക്കെ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. കാരണം സിനിമയിലേക്ക് വരുമ്പോൾ ഫൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എന്ത് ഇഞ്ചുറിയോ എന്തെങ്കിലും പരിപാടികൾ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ സിനിമേനെ എഫക്റ്റ് ചെയ്യും, നമ്മളെ എഫക്റ്റ് ചെയ്യും, മനസ്സിലായി. അപ്പോൾ ഇഞ്ചുറീസും അങ്ങനത്തെ ഒന്നും ഇല്ലാതിരിക്കാണ്ട് ഇതൊക്കെ ഒന്ന് ബോഡിയൊക്കെ അതായിട്ടൊന്ന് കോപ്പപ്പായി നിന്ന് കഴിഞ്ഞാൽ, ട്യൂൺഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത്രയും ഇഞ്ചുറീസ് കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി കൊണ്ടാണ് അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത്. കാരണം മലയാളത്തിലാണ് കുറവ്. ഇപ്പോൾ പണ്ടിപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഏട്ടൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, സുരേഷ് കൃഷ്ണൻ, സുരേഷ് ഏട്ടനൊക്കെ പറഞ്ഞത്, അതായത് ബാക്കി തെലുങ്കും തമിഴും ജനിച്ച് വീഴുമ്പോഴേ ഈ പറയുന്ന കുതിരയുടെ പുറത്തും ഫൈറ്റും ഡാൻസും ഇതൊക്കെ പഠിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. നമ്മുടെ ഇവിടെയാണ് അത്രയും ഇതിലേക്ക് വന്നത്. ഇപ്പോഴാണ് അതൊരു, അല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം എന്നൊക്കെയുള്ളത് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അതിൻ്റെ ആവശ്യകത ഇപ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലാവുന്നത് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് വരുന്ന സിനിമകളിലൊക്കെ തന്നെ എനിക്ക് ആക്ഷൻ ഉണ്ട്. 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വന്നേക്കുന്ന എല്ലാ സിനിമകളിലും എല്ലാത്തിലും ആക്ഷൻ ഉണ്ട്. വരനൊക്കെ 19-ാം നൂറ്റാണ്ടിന് മുമ്പ് ചെയ്താണ് ഫസ്റ്റ് ഒരു പ്രോപ്പർ ആക്ഷൻ ചെയ്യുന്നത്. അതെ ആക്ഷൻ പരിപാടി ചെയ്യുന്നതിനകത്താണ്. എൻ്റെ ഫസ്റ്റ് ആക്ഷൻ പടം ലാസ്റ്റ് ബെഞ്ച് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, അതിൽ ഇടികൊള്ളാൻ പോയി. അത് അങ്ങാടി തെരുവ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച നായകനൊക്കെ ആയിരുന്നു അതിനകത്ത്. അതിൽ ജസ്റ്റിൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കോമഡി ജസ്റ്റിൻ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്, മുസ്തഫ ഉണ്ട്, ബിയോൺ ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ജസ്റ്റിനും അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഓഡീഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റിനെ പരിചയമുണ്ട്. ഞങ്ങൾ സ്റ്റാർ ഹണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട് കൈരളിയിൽ. ഇതൊക്കെ എൻ്റെ പ്രാക്ടീസിൻ്റെ ടൈമുണ്ട്. ഇതൊക്കെ ഞാൻ കയറി ഇറങ്ങിപ്പോയ അല്ലെങ്കിൽ എനിക്ക് പെർഫോം ചെയ്യാൻ കിട്ടിയ സ്പേസസ് ആയിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ്. ഇപ്പോഴും എനിക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഒരു സഭാകമ്പം അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഇപ്പോഴും വരാറുണ്ട് ഉള്ളിൽ. അപ്പോൾ അന്ന് ഒട്ടുമില്ല, ഇന്ന് പിന്നെയും കുറച്ചെങ്കിലും ഉണ്ടെന്ന് പറയാം. ഫേസ് ചെയ്ത് അങ്ങനെ. അപ്പോൾ ആ സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ കളയാനായിട്ട് ഈ പറയുന്ന പോലെ ഈ സ്റ്റാർ ഹണ്ട് പോലത്തെ റിയാലിറ്റി ഷോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ബെഞ്ചിൽ ഒരു ദിവസം ജസ്റ്റിൻ്റെ കോൾ വരികയാണ്. അപ്പോൾ ജസ്റ്റിൻ വിളിച്ചിട്ട് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ ക്യാരക്ടറുണ്ട് അതിനകത്ത്, കുറച്ചുള്ളൂ, വന്നിട്ടിങ്ങനെ അവരടിക്കാൻ പോകുന്നു, എന്നിട്ട് ഇടി കൊണ്ട് പോരുന്ന പരിപാടിയാണെന്നുണ്ട്.
ഓക്കെ ആണ്. ഞാൻ പിന്നെ എന്ത് ഓക്കെ ആണെന്നുണ്ട് ഞാൻ പറഞ്ഞ ഒരു അതിന് മുമ്പ് എന്ത് സംബന്ധിച്ച് കഴിഞ്ഞാൽ നല്ല കട്ട മീശ വെച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് ഞാൻ വീട്ടിൽ. അപ്പോൾ ഒരു ദിവസം ഞാൻ കണ്ണാടിയൊക്കെ നോക്കിയാണ് മീശ കുറച്ചും കൂടി യങ്ങായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് മീശയും കൂടി പഠിച്ച് കളഞ്ഞിരിക്കുന്ന സമയത്താണ് അവൻ വിളിക്കുന്ന ചേട്ടൻ്റെ റോള്. എന്നിട്ട് ഞാൻ മീശയൊക്കെ പഠിച്ച് മറ്റേ പുത്തൻ കലമായിട്ടാണ് പോയെന്ന് മറ്റേ ഭീഷണിയൊക്കെ അതിനകത്ത് എൻ്റെ വോയിസ് യൂസ് ചെയ്താണ് വേറെ ആരുടെയോ, എൻ്റെ വോയിസ് അല്ല അതിനകത്തുള്ളത്. അതും കോമഡിയാണ്. അപ്പോൾ അത് അന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 ദിവസം പോയി ഫൈറ്റും പരിപാടികൾ, ഇടി കൊള്ളുന്ന പരിപാടികളൊക്കെ. ആദ്യം ഞാൻ ഇടി കൊണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അതെ, ഇടി കൊടുക്കാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ആദിയിലാണ് എനിക്ക് ഒരു ചെറിയൊരു പഞ്ചും കാര്യങ്ങളൊക്കെ, ചെറിയൊരു ഫൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നത് ആദിയിലാണ്. കൂട്ടുകാരനെ തന്നെ അടിക്കാൻ പറ്റും. അവൻ ഞാൻ ഓങ്ങി വെച്ചേക്കായിരുന്നു ഞാൻ ഷറഫിന് കുറേ നാളായിട്ട് ഓങ്ങി വെച്ചേക്കായിരുന്നു. അത് ഞാൻ ആദിയിൽ കൊടുത്തു തീർത്തു. ഞങ്ങളെപ്പോഴും ഭയങ്കര പോട്ടിയാണ്. ഞങ്ങളെപ്പോഴും അങ്ങനെ അത് ലൈക്ക് സൗഹൃദപരമായിട്ടുള്ള ഇത് ഹെൽത്തി ആയിട്ടുള്ള ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ച് അങ്ങനത്തെ ഇതുണ്ടായിരുന്നല്ലോ. ഞങ്ങളെപ്പോഴും ശത്രുക്കളുടെ പോലെ കൂട്ടത്തിലെല്ലാവരും പറയുമായിരുന്നു. അപ്പം അങ്ങനെ എന്താ പറയുക, ആദിയിലാണ് അവനെ നല്ല ഇടി ഇടിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നതാണ് വരയനിൽ ഫൈറ്റ് ചെയ്യുന്നത്. ആദിയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇപ്പോഴും എല്ലാ ആളുകൾക്കും ഒരു പൊതിഞ്ഞ് പിടിച്ചിട്ടുള്ള കൗതുകമാണല്ലോ പ്രണവ് മോഹൻലാൽ. ഈ അതിൽ അഭിനയിക്കുന്ന സമയത്ത് പ്രണവ് മോഹൻലാൽ എന്നുള്ള വ്യക്തിയെ പറ്റിയിട്ട് സിജു മനസ്സിലാക്കിയത് എന്തൊക്കെയായിരുന്നു? അന്ന് പരിചയപ്പെടാനോ ഇന്ററാക്ട് ചെയ്യാനൊക്കെ സാധിക്കുമായിരുന്നു? പിന്നെ ഞങ്ങൾ ഫുൾ ഓൺ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ, ഷറഫ്, അപ്പു എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. സതീഷ് ഏട്ടൻ ക്യാമറ, സതീഷ് കുറുപ്പ്. നമ്മളൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ജില്ലയിലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആണ്. അപ്പൻ്റെ ടാലൻ്റൊന്നും പുറത്തേക്കൊന്നുമില്ല. അവൻ്റെ ടാലൻറ്റുകൾ പുറത്തേക്ക് വരുമ്പോഴാണ് നല്ലൊരു ഹ്യൂമനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എവിടെ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, അതൊക്കെ അറിയാം. അവൻ അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ട് അവൻ ലോകപൂരുള്ളതുകൊണ്ട് അറിയാം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇത്ര ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ്, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇത്രയൊക്കെ ഉള്ളു പരിപാടി എന്നുള്ളതും അവന് വ്യക്തമായിട്ട് അറിയാം. അതാണ് ആ ഒരു സിംപ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ അതായിട്ട് നിൽക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് എൻ്റെയും അപ്പൂൻ്റെ ഷൂട്ട് നേരത്തെ കഴിഞ്ഞു. ഇപ്പോൾ ഷറഫിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, അവൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണം. ഇവിടെ റാമോജിയിലാണ് ഷൂട്ട് നടക്കുന്നത്. ഇപ്പം പറഞ്ഞു അപ്പു വന്നിട്ടുണ്ട്, നേരത്തെ കഴിഞ്ഞാണല്ലോ. അപ്പോൾ എനിക്ക് മറ്റേ റോക്ക് ക്ലൈമ്പിങ്ങിന് പോകാം, വൻ്റെ വന്നു വെച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്തേ പോകാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഷോർട്സൊക്കെ ഇട്ട് ഇവൻ ഒരു ബാഗ്, മറ്റേ പരിപാടി പാഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, വീണാൽ ഇത് ചെയ്യാനുള്ള പാഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് ഒരു ബാഗൊക്കെ ആയിട്ട് പോവാണ്. ഇവൻ മലയും കുന്നും, അതായത് അവിടുത്തെ പാറയും ഇതൊക്കെ കാണും, ഭയങ്കര എന്നെ കൂർത്തിരിക്കുന്നതും. അന്ന് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള അഡ്ജസ്റ്റ് ഒന്നുമല്ല, ഭയങ്കര ഷാർപ്പായിട്ടുള്ള, കൊണ്ടു കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ ഒരേ പൊളിയും എന്നല്ല, തൊലി അങ്ങ് പോവും, ഫുള്ള് പോവും. അത്രയും ഷാർപ്പായിട്ടുള്ള കരകരപ്പായിട്ടിരിക്കുന്ന സ്പേസാണ്. ഇവൻ ചുമ്മാ ചാടി 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 പോകണം. ഞാനിവിടെ മറ്റേ പിടിച്ച് ചവിട്ടിയൊക്കെയാണ് ഇറങ്ങുന്നത്. അതായത് നമുക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അങ്ങനത്തെ പരിപാടി. എങ്ങാനും വീണ് കഴിഞ്ഞാൽ എന്നുള്ളൊരു പരിപാടിയാണ്. ചുമ്മാ കൂളായിട്ട് ചുമ്മാ ഇങ്ങനെ നടന്ന് പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് അവിടെ നല്ലൊരു പാറ, മറ്റേ CID ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഹായ് നല്ല കട്ടാന്ന് പറയണമല്ല, നല്ലൊരു പാറ, വലിയ പാറ കണ്ടിട്ട് ഇത് കൊള്ളാന്ന് പറഞ്ഞിട്ട് മച്ചാനാണ് മറ്റേ താഴെ ബെഡ് പോലത്തെ പരിപാടി ഇട്ട് പൗഡറൊക്കെ ഇട്ട് ഷൂസും പരിപാടിയൊക്കെ ഇട്ടിട്ട് സാധനം പതിയെ പിടിച്ച് ഇങ്ങനെ കയറി തുടങ്ങി. എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കൂട്ടിക്കൊണ്ടുവന്നേക്കുന്നത് ഞാനാണല്ലോ, ഉത്തരവാദി ഞാനാണല്ലോ. ഇവനെങ്ങാനും വീണ് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി. ഞാൻ ഷറഫിനെ വിളിച്ചിട്ട് ഷൂട്ട് കഴിഞ്ഞോ, ഇല്ല എടാ ഒന്ന് വേഗം അറിയില്ല. അവനിങ്ങനെ കയറി, എനിക്കിത് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ പുള്ളി കൂളായിട്ട് ഇടയിലൊന്ന് വീണായിരുന്നു, പക്ഷെ ബെഡിലേക്ക് വീണ്. അതവന് പ്രാക്ടീസ്ഡാണ്, അവൻ അത് യൂസ്ഡാണ് അങ്ങനത്തെ പരിപാടികൾ. വീണു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഷറഫ് വന്നു. ഇതൊക്കെ എനിക്ക് ആശ്വാസം ഏതെയുണ്ട്. ഇവൻ കൂളായിട്ട് ചില്ലായിട്ട് വീണു. അവൻ നന്ന് പറയണ്ടായിരുന്നു ഹംപിയിൽ പോകണം, ഹംപിയിൽ പൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ കംപ്ലീറ്റ് പാറകളാണ് അതിൻ്റെ പുറത്ത്. അവൻ റോക്ക് ക്ലൈമ്പിങ്ങും പരിപാടികളും അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതൽ അവിടെയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹംപിയിൽ പോണ കാര്യം ഇതൊക്കെ. മോഹൻലാലിൻ്റെ മകൻ അങ്ങനെ ഒരു ലേബലിങ്ങേ ഇല്ല അല്ലേ മനുഷ്യന്? അങ്ങനത്തെ ഇതൊന്നുമില്ല. അങ്ങനെ ബാക്കിയുള്ളവർക്കാണ് അങ്ങനത്തെ പരിപാടികളും കാര്യമുള്ളത്. അവൻ നമുക്കങ്ങനെ തോന്നിയില്ല. അവൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഭയങ്കര പെട്ടെന്ന് തന്നെ ജെല്ലായി. നല്ല ടാലൻ്റാണ്. നല്ല എന്താ പറയുക, ഗിറ്റാറൊക്കെ വായിക്കും, എന്താ പറയുക, മ്യൂസിക്കിനെ കുറിച്ച് നല്ല ഇതുണ്ട്. അവൻ എഴുതി പാട്ട് കമ്പോസ് ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും പുറത്തേക്കൊന്നും ആർക്കും അറിഞ്ഞിട്ടില്ല. ഫോൺ എടുത്തിട്ടൊരു പരിപാടിയാണ് വെച്ചാൽ, ഐഫോൺ എടുത്തിട്ട് അവൻ വായിലിങ്ങനെ വെച്ചിട്ട് ലൈക്ക് സൗണ്ട് വരുന്നതിൻ്റെ അവിടുന്ന് ഒരു മ്യൂസിക് ഇട്ടിട്ട് വാവ് 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 എന്നുള്ള രീതിയിലുള്ള പരിപാടി കാണിച്ചിരുന്നു. ഞാൻ അത് കണ്ട് എൻ്റെ കൊള്ളാമല്ലോ
കൊള്ളാല വീഡിയോ എന്നുള്ളൊരു പരിപാടിയായിരുന്നു. ഭയങ്കര അവന് വേറൊരു തരം ടാലൻ്റ് ഉണ്ട്. അവൻ്റെ ആ ടാലൻറ്റുകൾ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ ആരാധകരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഉറപ്പായിട്ടുണ്ടാവും. ഇനി അവൻ മറ്റേ ചുമ്മാ നടന്നൊന്നും അറിയാതെ ഒരാൾ ക്യാമറയുടെ പുറകെ പോയത് പൊളിയാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവൻ പോകുമ്പോൾ ചുമ്മാ അവനറിയാതൊരു ക്യാമറ പുറകെ പോയി കഴിഞ്ഞാൽ അടിപൊളി സാധനങ്ങൾ കിട്ടും. ബേസിക്കലി ട്രാവലറാണല്ലോ, ഒരു ജിപ്സി കൈൻഡ് ഓഫ് പരിപാടിയാണ്.